എല്ലാവർക്കും ജിക്കൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും കാണപ്പെടുന്ന റിയാക്ഷനാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൽഡോൾ കണ്ടൻസേഷൻ ഇത് ആൽഡിഹൈഡ്സിലും അതുപോലെ കീറ്റോൺസിലുമാണ് ഈ റിയാക്ഷൻ കാണപ്പെടുന്നത്. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ജനറൽ ഇക്വേഷൻ എന്താണ്? RC⋯OH, കീറ്റോണിൻ്റെ RC⋯OR. ഇതല്ലേ? ഇത് രണ്ടിൻ്റെ കോമൺ ആയിട്ട് എന്താണുള്ളത്? CO ബോണ്ട് അല്ലേ? അതായത് ഇവിടെ CO ബോണ്ട് ഉണ്ട്, ഇവിടെ CO ബോണ്ട് ഉണ്ട്. അപ്പോൾ CO ബോണ്ടിൽ ഉള്ള ഒരു കോമ്പൗണ്ടിലാണ് എന്ത് കാണപ്പെടുന്നത്? ആൽഡോൾ കണ്ടൻസേഷൻ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന CO ബോണ്ട് യൂസ് ചെയ്തല്ലേ ഇരിക്കുമോ? ഒരു റിയാക്ഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഏതെങ്കിലും ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബോണ്ട് ഏതാണ്? CO ബോണ്ടുള്ള കോമ്പൗണ്ട്സിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഏത് ബോണ്ട് ആയിരിക്കും ഈ റിയാക്ഷൻ ബ്രേക്ക് ആകുന്നത്? CO ബോണ്ട് അല്ലേ ഇരിക്കുമോ? അപ്പോൾ ഈ റിയാക്ഷൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് കാണാം. ഈ CO ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് Oയ്ക്കാണോ Cക്കാണോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ? ഓക്സിജനല്ലേ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ഏത് ആറ്റത്തിനാണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ആ ആറ്റത്തിന് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജിങ് കിട്ടും. ഏതിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളത് ആ ആറ്റത്തിന് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം പോസിറ്റീവ് ചാർജിങ് കിട്ടും. അപ്പോൾ Oന് നെഗറ്റീവ് ചാർജിങ് കിട്ടും, Cന് പോസിറ്റീവ് ചാർജിങ് കിട്ടും. ഇതായിരിക്കും ഈ ആൽഡോൾ കണ്ടൻസേഷൻ്റെ മെയിൻ ഒരു നടക്കാൻ പോകുന്ന കാര്യം. ബാക്കി കാര്യമൊക്കെ സിമ്പിളാണ്, നമുക്ക് കാണാം. സെക്കൻഡ്, ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ വേണ്ടിയ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിൽ ആൽഫ ഹൈഡ്രജൻ കാണണം. എന്ത് കാണണം? ആൽഫ ഹൈഡ്രജൻ. എന്താണ് ആൽഫ ഹൈഡ്രജൻ? ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബോണ്ട് ഏതാണെന്നാണ് പറഞ്ഞേ? CO ബോണ്ട് അല്ലേ? CO ബോണ്ടിൻ്റെ കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഈ കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ഹൈഡ്രജനുള്ള കോമ്പൗണ്ടിൽ മാത്രമേ എന്ത് നടക്കൂ? ആൽഡോൾ കണ്ടൻസേഷൻ നടക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ ആൽഡിഹൈഡ് കീറ്റോൺ ആയിരിക്കണം. ആ ആൽഡിഹൈഡ് കീറ്റോണിൽ ആൽഫ ഹൈഡ്രജൻ കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കത്തുള്ളൂ. തേർഡ്ലി, ഇതിനുണ്ട് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, റിയേജൻറ്റ് NaOH ഓർ KOH വേണം. NaOH അല്ലെങ്കിൽ KOH ആണ് റിയേജൻ്റായിട്ട് ആൽഡോൾ കണ്ടൻസേഷന് യൂസ് ആകുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ഗിവ് ആൽഡോൾ കണ്ടൻസേഷൻ? ഇതിൽ ഏത് കോമ്പൗണ്ടിലായിരിക്കും ആൽഡോൾ കണ്ടൻസേഷൻ നടക്കാൻ സാധ്യതയുള്ള എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നോക്കേണ്ടത്? ആൽഡിഹൈഡ് ആണോ അതോ അതല്ലെങ്കിൽ കീറ്റോൺ ആണോ എന്ന് നമ്മൾ നോക്കണം. ഇത് ആൽഡിഹൈഡ് ആണോ? അതെ, CHO ഗ്രൂപ്പ് ഉണ്ട്, ആൽഡിഹൈഡ് ആണ്. ഇത് ആൽഡിഹൈഡ് ആണോ? അതെ, CHO ഗ്രൂപ്പ് ഉണ്ട്, ആൽഡിഹൈഡ് ആണ്. ഇത് ആൽഡിഹൈഡ് ആണോ? ആണോ, ഇത് ആൽഡിഹൈഡ് ആണ്. ഇത് ആൽഡിഹൈഡ് ആണോ? ഇത് ആൽഡിഹൈഡ് ആണ്. അപ്പോൾ എല്ലാം ആൽഡിഹൈഡ് ആണല്ലേ. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷനിലോട്ട് വേണം. എന്താണ്? ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഈ കോമ്പൗണ്ട് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. CH3CHO ആണ്. CHO എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിൽ കാർബൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ 3 ഹൈഡ്രജനും ഉണ്ട്. ഇത് സ്ട്രക്ചർ തന്നെ ഇങ്ങനെയാണ്. ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഉണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണെ നമ്മൾ എന്ത് പറയുന്നത്? ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഫ ഹൈഡ്രജൻ. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനെ എന്ത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റും? ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. വിച്ച് ആർ ദ ഫോളോയിങ് ക്യാൻ നോട്ട് ആണ് വേണ്ടി. ക്യാൻ നോട്ട് അല്ലാണ്ട് ക്യാൻ തന്നെ എടുത്തിട്ട് ക്യാൻ. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന് ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോമ്പൗണ്ട് നോക്കിക്കേ. ഇവിടെയാണ് CHO ഗ്രൂപ്പ് ഉള്ളത്. അത് CH2 ഉണ്ട്. ഈ കാർബണിൽ ഈ കാർബൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ ഹൈഡ്രജനും ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിലും ആൽഡോൾ കണ്ടൻസേഷൻ നടക്കാം. CHO ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് കാർബൺ അതല്ലേ. ഈ ഒരു കോമ്പൗണ്ടിനെ ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് കളിച്ച് കാണിക്കാം. നമ്മുടെ ബെൻസീൻ റിങ്ങിനാണ്. ഇവിടെ ഈ ഒരു കാർബണാണ് നമ്മുടെ ആൽഫ കാർബൺ. ഈ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടോ നോക്കിയിട്ട് പറഞ്ഞേ. ഇത് ഫസ്റ്റ് ബോണ്ട്, ഇത് സെക്കൻഡ് ബോണ്ട്, ഇത് തേർഡ് ബോണ്ട്, ഇത് ഫോർത്ത് ബോണ്ട്. ഈ കാർബണിൻ്റെ 4 ബോണ്ടും ആയല്ലേ. അഞ്ചാമത്തെ ഒരു ബോണ്ട് ഇല്ല. 4 ബോണ്ടിലും കാർബൺ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഫിഫ്ത്ത് ഒരു ബോണ്ട് ഇല്ലല്ലോ. ആ ഒരു ബോണ്ടിൽ ഹൈഡ്രജനും ഇല്ല. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് ഈ ഒരു ആൽഡിഹൈഡ് ഇല്ല. ഇതൊരു ആൽഡിഹൈഡ് ആണെങ്കിൽ പോലും ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട്
എന്ത് നടക്കത്തില്ല? ആൽഡിഹൈഡ് കണ്ടൻസേഷൻ നടക്കത്തില്ല. ഈ ഒരു ആൽഡിഹൈഡ് നോക്കിയേ, ഇതാണ് CHO ഗ്രൂപ്പ്. അതിൽ ഈ കാർബണാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. കാരണം ഈ കാർബണിൻ്റെ 4 വാലൻസിയും എവിടെയാണ് ഫില്ലായിരിക്കുന്നത്? ഒരെണ്ണം ഈ CH3 ഗ്രൂപ്പിൽ, ഒരെണ്ണം ഈ ഒരു CH3, മറ്റേ വാലൻസ് ഈ CH3. 4 ബോണ്ടായില്ലേ? 4 ബോണ്ടിലും ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? ആൽഡിഹൈഡ് കണ്ടൻസേഷൻ ഇവിടെ നടക്കത്തില്ല എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് റിയാക്ഷൻ മെക്കാനിസം നോക്കാം. ഈ റിയാക്ഷനിൽ ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ആൽഡിഹൈഡ് കണ്ടൻസേഷൻ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന്. CH3 CHO ആണ്, ആൽഡിഹൈഡ് ആണ്. ഇതാണ് ആൽഡിഹൈഡിൻ്റെ ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ കാർബൺ ആണ്. അതിൽ ഹൈഡ്രജൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ ആണ്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, അതായത് ആൽഡിഹൈഡ് കണ്ടൻസേഷൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ ഫുൾഫിൽ ആയിട്ടുണ്ട്. സെക്കൻഡ് റിയേജൻറ്റ് NaOH ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, NaOH റിയേജൻറ്റ് വേണ്ടിയെന്ന്. അപ്പോൾ ആൽഡിഹൈഡ് കണ്ടൻസേഷൻ നടക്കാനുള്ള ക്രൈറ്റീരിയ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആൽഡിഹൈഡ് കണ്ടൻസേഷൻ നടക്കും. ഈ മെക്കാനിസം നോക്കാം. സപ്പോസ് ഇങ്ങനെ ഒറ്റൊരു ആൽഡിഹൈഡാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 2 മോളിക്യൂൾ എടുക്കണം. ഫസ്റ്റ് മോളിക്യൂൾ, സെക്കൻഡ് മോളിക്യൂൾ. ഇങ്ങനെ എടുത്ത് വേണം നിങ്ങൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഞാൻ വലുതാക്കി വരയ്ക്കാം, അപ്പോൾ ഇച്ചിരി ഈസി ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. CH3 എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇങ്ങനെ ഇരിക്കും നമ്മുടെ CH3. ഫസ്റ്റ് മോളിക്യൂൾ, സെക്കൻഡ് മോളിക്യൂൾ എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ സെക്കൻഡ് മോളിക്യൂളുമായി അല്ലേ? ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. CO ബോണ്ട് ബ്രേക്ക് ചെയ്യും ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ? ഇതാണ് CO ബോണ്ടാണ്. ഇത് ബ്രേക്ക് ചെയ്യും, ഓക്സിജൻ ചാർജ് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. അതെന്താ? ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ടാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബോണ്ടിലുണ്ടായിരുന്ന 2 ഇലക്ട്രോണും അത് അതിൻ്റെ അടുത്തോട്ട് പുള്ള് ചെയ്യും. അതുകൊണ്ട് അതിന് നെഗറ്റീവ് ചാർജ് കിട്ടും. അടുത്ത മോളിക്യൂൾ നോക്കിക്കേ. ഈ മോളിക്യൂൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. സെക്കൻഡ് മോളിക്യൂൾ നിങ്ങൾ ആൽഫ ഹൈഡ്രജൻ എക്സ്ട്രാക്ട് ചെയ്യണം. ഒരു ആൽഫ ഹൈഡ്രജൻ അവിടുന്ന് എടുക്കണം. ഇതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ഏതൊക്കെയാണ്? ഇതാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബൺ ആണ് നമ്മുടെ ആൽഫ കാർബൺ. അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇതിന് ഏതെങ്കിലും ഒരു ആൽഫ ഹൈഡ്രജൻ നിങ്ങൾ പുറത്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ ഇരിക്കും? ഈ ഹൈഡ്രജൻ ഞാനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുവാണേ. ഹൈഡ്രജൻ ആണെന്ന് ബ്രേക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ ഈ ഹൈഡ്രജൻ ഏത് ചാർജ് കിട്ടുമായിരിക്കും? ഹൈഡ്രജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ള ആറ്റമാണ്. അപ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ കാർബണിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. ഓക്കെ, ഇനി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഈ കമ്പൗണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഓക്സിജൻ നെഗറ്റീവ് ചാർജ് ഉണ്ട്, കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ ഇങ്ങനെ ഇരിക്കുന്നു, പോസിറ്റീവ് ചാർജ്, കാർബൺ നെഗറ്റീവ് ചാർജ്. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒറ്റ ഹൈഡ്രജൻ എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ളൂ നമ്മൾ. ബാക്കി 2 ആൽഫ ഹൈഡ്രജനും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി റീഅറേഞ്ച് ചെയ്താൽ മതി. ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജായിട്ട് അട്രാക്റ്റ് ആകും. ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജുമായിട്ട് അട്രാക്റ്റ് ആകും. അപ്പം എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്കിരിക്കുന്നത്. നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇനി അതുപോലെ തന്നെ എഴുതുന്നു. ഈ ഓയിൻ്റെ കൂടെ എന്ത് വരും? ഈ H+ വരും അല്ലേ? ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. അതല്ലാതെ ഈ പോസിറ്റീവിൻ്റെ കൂടെ ഇത്രയും ഒരു പാർട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഇങ്ങനെയൊരു കമ്പൗണ്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് ഏത് ഗ്രൂപ്പാണ്? ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് അല്ലേ? ഇതെന്താണ്? OH വരുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആൽക്കഹോൾ ആണെന്നല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആൽഡിഹൈഡും ഉണ്ട്, ആൽക്കഹോളും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ആൽഡോൾ എന്നാണ് നമ്മൾ പറയും. അങ്ങനെയാണ് നമുക്ക് ആൽഡോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഇവിടെ ഫോം ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. CH3 CH2 CHO NaOH. ഇനി ഞാൻ അങ്ങനെ വലുതാക്കി എഴുതുന്നില്ല, ഇങ്ങനെ തന്നെയാണ് പ്രൊസീഡ് ചെയ്യുമ്പോൾ. നമ്മൾ ആൽഡിഹൈഡാണ്, ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലേ, റിയേജൻറ്റ് ഏതാണ്? NaOH ആണ്. ആൽഡോൾ കണ്ടൻസേഷൻ്റെ എല്ലാ ക്രൈറ്റീരിയ ഫുൾഫിൽ ആകുന്നുണ്ട്. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ മനസ്സിലായി. ഒറ്റൊരു മോളിക്യൂളേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇതിൽ 2 എണ്ണം എടുക്കും. CH3 CH2 CHO. ഫസ്റ്റ് മോളിക്യൂൾ നമ്മുടെ സെയിം സെക്കൻഡ് മോളിക്യൂളും കൂടി നമ്മൾ എടുക്കും. CH3 CH2 CHO. ഓക്കെ, ഫസ്റ്റ് മോളിക്യൂളിൻ്റെ
CO ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും അല്ലേ? ഇതാണ് CO ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഓക്സിജൻ എ ചാർജ് വരും, നെഗറ്റീവ് ചാർജ് വരും. കാർബൺ എ ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. സെക്കൻഡ് മോളിക്യൂളിൽ നിന്ന് എന്താകുന്നു? ഒരു ആൽഫ ഹൈഡ്രജൻ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇതാണ് നമ്മുടെ മെയിൻ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണാണ് ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. അതിലുള്ള ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ നമ്മൾ റിമൂവ് ചെയ്യും. ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. ഇനി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്ട്സ് ഒക്കെ വരും? CH3 CH2 C O നെഗറ്റീവാണ്. ആ നെഗറ്റീവ് പോയി ഹൈഡ്രജനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ ഹൈഡ്രജൻ ഇവിടെ വരും. ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അത് ഞാൻ ഇവിടെ കാണിക്കുന്നു. പിന്നെ ഈ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും. ഈ നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ഇത്രയും ഒരു ഗ്രൂപ്പാണേ, അതിവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പും ഉണ്ട്, ആൽക്കഹോളിൻ്റെ ഗ്രൂപ്പും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയുന്നു? നമ്മളിതിനെ ആൽക്കഹോൾ എന്ന് പറയുന്നു. നമ്മൾ ഇതിനെ ആൽഡോൾ എന്ന് പറയുന്നു. ആൽഡോൾ. ഇത് നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. CHO ഗ്രൂപ്പുണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പുണ്ട്. ഇവിടെ CHO ഗ്രൂപ്പുണ്ട്, അത് ആൽഡിഹൈഡിൻ്റെ ഗ്രൂപ്പാണ്. NaOH ആണ് റിയേജൻ്റ്. അതായത് ആൽഡോൾ കണ്ടൻസേഷൻ്റെ എല്ലാ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 2 മോളിക്യൂൾ തന്നിട്ടുണ്ട്, 2 ഡിഫറൻറ്റ് മോളിക്യൂളാണ് അല്ലേ? ഇവിടെ CH3 ആണ്, C2H5 ആണ് ഇവിടെ. ഇങ്ങനെ ഇത് ആൽഡോൾ കണ്ടൻസേഷനാണ്, വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ 2 ഡിഫറൻറ്റ് തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നത് സ്മോൾ ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെയുണ്ടോ അവിടെ നിന്നായിരിക്കും. കാരണം 2 മോളിക്യൂൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മോളിക്യൂളിൽ നിന്നായിരുന്നു നമ്മൾ ഇവിടുന്ന് ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് ഇവിടുത്തെ CO കൊണ്ട് ബ്രേക്ക് ചെയ്തു, ഇങ്ങനെയല്ലായിരുന്നോ? പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ സ്മോൾ ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെയാണുള്ളത് അവിടെ നിന്നാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കുക, CH3 എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് C2H5 എന്നാണ്. എവിടെയാണ് ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത്? ഇവിടെയല്ലേ? CH3 ഒരു കാർബണേ ഉള്ളൂ, 3 ഹൈഡ്രജൻ. ഇവിടെ 2 കാർബണും 5 ഹൈഡ്രജനാണ്, വലിയ ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് റിമൂവ് ചെയ്യുന്നത്? ഇവിടെ നിന്നാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും? ഇവിടെ നമ്മൾ CO ബോണ്ട് ബ്രേക്ക് ചെയ്യും അല്ലേ? അപ്പം നമുക്ക് മെക്കാനിസം ചെയ്ത് നോക്കാം. C2H5 ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് വരുന്നുണ്ട്, പോസിറ്റീവ് വരുന്നു. ഇവിടുത്തെ ഹൈഡ്രജൻ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ഇനി എന്ത് ചെയ്യണം? ഈ ബോണ്ട് അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്താൽ ഈ നെഗറ്റീവ് പോസിറ്റീവിൻ്റെ കൂടെ പോകും, ഈ നെഗറ്റീവ് പോസിറ്റീവിൻ്റെ കൂടെ പോകും. അപ്പോൾ നമുക്ക് ഫൈനൽ എന്ത് പ്രൊഡക്റ്റ് കിട്ടും? നമുക്ക് ഫൈനൽ ഒരു ആൽഡോൾ കിട്ടും. സ്ട്രക്ചർ വേണ്ട ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വലിയ മെക്കാനിസമാണ്. കോമ്പറ്റീവ് എക്സാമിനൊക്കെ ഇത്ര സമയമില്ല നമുക്ക് ഏതാണ് പ്രൊഡക്റ്റ് എന്നൊക്കെ ഇങ്ങനെ ആരോ ഒക്കെ വെച്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ഈസി വേ ഉണ്ട്. എപ്പോഴും ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇതാണ് ബീറ്റ ഹൈഡ്രോക്സി ആൽക്കഹോൾ. അത് വെച്ചാൽ ആൽഡിഹൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് നമ്മുടെ മെയിൻ ഗ്രൂപ്പ്. ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ് ബീറ്റ കാർബൺ അല്ലേ? അപ്പോൾ ബീറ്റ കാർബണിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പുണ്ട്, OH ഗ്രൂപ്പുണ്ട്, പിന്നെ ആൽഡിഹൈഡുമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എവിടെയുണ്ടോ അതായിരിക്കും ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കി പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതും അത് നോക്കി, ഇതെല്ലാം നമ്മുടെ ആൽഫ കാർബൺ, ഇതാണ് CHO ഗ്രൂപ്പ്, ആൽഫ കാർബൺ, ബീറ്റ കാർബൺ. അതിൽ OH ഗ്രൂപ്പ് ഉണ്ട്, അതാണ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഇവിടെ നോക്കുക, ആൽഫ കാർബൺ, ബീറ്റ കാർബണിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ബീറ്റ ഹൈഡ്രോക്സി, ഇവിടെ ആൽഡിഹൈഡും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. സപ്പോസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ റിവേഴ്സ് ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിവേഴ്സ് ആൽഡോൾ കണ്ടൻസേഷൻ? അതായത് നമുക്ക് ഫസ്റ്റ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് തരും, റിയേജൻറ്റ് NaOH തന്നെയാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഫസ്റ്റ് ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് ഇനീഷ്യലി നമുക്ക് തന്ന് അത് നമ്മൾ റിവേഴ്സായിട്ട് കണ്ടുപിടിക്കണം. ഇത് ചെയ്യാനൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ ആൽഫ ബീറ്റ കാർബണിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം.
ആൽഫ ബീറ്റ കാർബൺ നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. അതിൻ്റെ ബിറ്റ്വീനുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് കാണിക്കാം. CH3 CHOH CH2 CHO അല്ലേ? ഇത് ആൽഫ കാർബൺ ഏതാണ്? ഇതല്ലേ ആൽഫ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് ആൽഡിഹൈഡുള്ള പാർട്ടിൽ നമ്മൾ ഇവിടെ നമ്മൾ H ആഡ് ചെയ്യണം. OH ഉള്ള പാർട്ടിൽ നമ്മൾ വേറെ OH കൂടെ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ആൽഡിഹൈഡ് ഇത് ബ്രേക്ക് ചെയ്യുമ്പം ആൽഫ ബീറ്റ കാർബണിലെ ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 പാർട്ടൊക്കെ കിട്ടും. ആൽഡിഹൈഡുള്ള പാർട്ടിൽ നമ്മൾ H ആഡ് ചെയ്യണം, മറ്റേ പാർട്ടിൽ നമ്മൾ ഒരു OH ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് കിട്ടും? CH3 CHOH പ്ലസ് ഇവിടെ CH2 ഒരു H കൂടെ വരും, പിന്നെ ഒരു CH. ഇതൊരു ആൽഡിഹൈഡ് അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ആൽഡിഹൈഡ് കിട്ടി അല്ലേ? പക്ഷേ ഇതെന്താണോ 2 OH ഇവിടെ ഒരു കാർബണിൽ തന്നെ. ഇതൊരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് അല്ലേ? ഇങ്ങനെ കോമ്പൗണ്ട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എവിടെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വാട്ടർ റിമൂവ് ചെയ്യണം. ഇത് നമ്മൾ വേറെ റിയാക്ഷൻ നമ്മൾ നേരത്തെ എവിടെ നമ്മൾ പറഞ്ഞായിരുന്നു, വാട്ടർ റിമൂവ് ചെയ്യണം. ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്താൽ ആദ്യം ഒരു വാട്ടർ മോളിക്യൂൾ നോക്കുമ്പോൾ എന്താണ്? H2O ആണ്. അതായത് 2 Hഉം ഒരു Oയും. ഇവിടെ ഒരു Oയും ഒരു H എടുക്കുന്നു, ഇവിടെ ഒരു H എടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? അപ്പോൾ ഈ ഒരു OHും പോയി, ഇവിടെ നിന്ന് ഒരു Hഉം പോയി. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഒരു CH3 ഉണ്ട്, ഒരു കാർബൺ ഉണ്ട്, അതിൽ ഒരു O ഉണ്ട്, പിന്നെ H ഉണ്ട്. ഇതെന്താണ്? ഇതിൽ ആൽഡിഹൈഡാണ്. അപ്പോൾ ഇത് 2 എണ്ണമായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന ഇനീഷ്യൽ ഉണ്ടായിരുന്ന റിയാക്ടൻസ്. പ്രൊഡക്റ്റ് തന്നിട്ട് NaOH തരുവാണെങ്കിൽ, അതായത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് തന്നിട്ട് NaOH തരുവാണെങ്കിൽ റിവേഴ്സ് ആൽഡോൾ റിയാക്ഷൻ ആയിരിക്കും. അത് ആദ്യം ആൽഫ ബീറ്റ കാർബണിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ആൽഡിഹൈഡ് ഉള്ളിടത്ത് H ആഡ് ചെയ്യണം, ബാക്കി OH ഉള്ളിടത്ത് വേറെ OH ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അൺസ്റ്റേബിൾ കോമ്പൗണ്ട് കിട്ടും. അതിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും. അതല്ല മറ്റേ പ്രൊഡക്റ്റ് നമുക്ക് H ആഡ് ചെയ്യുമ്പോൾ തന്നെ മറ്റേ പ്രൊഡക്റ്റ് കിട്ടും. ഈ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ റിവേഴ്സ് ആൽഡോൾ റിയാക്ഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.